സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പന്തക്കോസ്തുകാരനാകുന്ന സഹോദരൻ നടത്തിയ ഒരു പ്രസംഗം വിവാദ പ്രസംഗമായി തീർന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പരിജ്ഞാനത്തോടുകൂടി പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഒരു വീഡിയോ. അതോടൊപ്പം ആ സഹോദരൻ തൻ്റെ വിവാദ പരാമർശങ്ങളിൽ ഖേദിക്കുന്നുവെന്നും അതുകൊണ്ട് അനുഭാവപൂർവ്വം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രേക്ഷകർ ഓർക്കുമെന്ന് തോന്നുന്നു. ഇന്ന് രണ്ടാമത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ആ ഒരു വിവാദ പ്രസംഗത്തിന് ശേഷം ഒത്തിരി ആളുകൾ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ചും വിവിധ എപ്പിസ്കോപ്പൽ സഭകളുടെ പശ്ചാത്തലത്തിലുള്ള ആളുകൾ ആ പ്രസംഗത്തെ മണ്ണാങ്കട്ട പ്രസംഗകൻ എന്ന പേരിൽ പെന്റിക്കോസ്റ്റൽ ഡോക്ടറിന് എതിരായിട്ടോ അല്ലെങ്കിൽ ആ ഡോക്ടറിൻ എന്തോ ഈ മനുഷ്യൻ്റെ ഡോക്ടറിനാണ് പെന്തിക്കോസ്റ്റൽ ഡോക്ടറിൻ എന്ന വിധത്തിലോ ഒക്കെ വീഡിയോകൾ ചെയ്യുന്നത് കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ ചില വീഡിയോകൾ കണ്ടു. അവർ പറയാനും സ്ഥാപിക്കുവാനും ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ അവർ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, പെന്തക്കോസ്റ്റൽ ഡോക്ടറിനാണ് ഈ പറഞ്ഞ ഈ ആളുകളൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തുകാർ ശവസംസ്കാരത്തെയും പെന്തക്കോസ്തുകാർ മാമോദിസ അല്ലെങ്കിൽ സ്നാനത്തെയും ഒക്കെ മണ്ണാങ്കട്ടയായി കാണുന്നവരാണ് എന്ന വിധത്തിൽ ഈ പറഞ്ഞ ആളുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യം എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം. എന്താണ് പെന്തക്കോസ്റ്റ് ഡോക്ടറിൻ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് പാഠഭേദത്തിലൂടെ ഒരു ചെറിയ വീഡിയോ പിന്നെയും നമ്മൾ ചെയ്യുന്നത്. 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എൻ്റെ ഒരു മാന്യ സ്നേഹിതൻ എനിക്ക് അത്തരത്തിലുള്ളൊരു വീഡിയോ ഇട്ട് തന്നു. ഒരച്ഛൻ ഈ മാമോദിസായും സ്നാനവും ഒന്നും മണ്ണാങ്കട്ടയല്ല, അല്ലെങ്കിൽ മാമോദിസായും ശവസംസ്കാരവും ഒന്നും മണ്ണാങ്കട്ടയല്ല എന്ന് പ്രസംഗിക്കുന്ന ഒരു വീഡിയോയുടെ ക്ലിപ്പിട്ട് തന്നു. അതിന് താഴെ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു: പെന്തക്കോസ്തുകാർ ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് കുഴിച്ചിടുന്നവരാണ് എന്ന ഒരു പരാതിയുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പെന്തക്കോസ്തുകാർ ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് കുഴിച്ചിടുന്നവരാണോ? ഇതിൻ്റെ ഉത്തരം ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിക്കാം. ഒരു വർഷം മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ട ക്ലിപ്പാണ്. കേരളത്തിലെ ഒരു പെന്റിക്കോസ്റ്റൽ ഒരു ശ്മശാനത്തിൻ്റെ ചിത്രമാണ്, വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പുണ്ട്. അത് മറ്റൊരു സഭയുടെ ശ്മശാനമാണ്. ഏകദേശം കാട് പിടിച്ച് കിടക്കുകയാണ്. അത് എൻ്റെ അറിവിൽ ഒരു പെന്റിക്കോസ്റ്റൽ ശ്മശാനമല്ല. മനോഹരമായ പെന്തക്കോസ്റ്റൽ ശ്മശാനത്തിൻ്റെ അടുക്കൽ അങ്ങനെ പല ശ്മശാനങ്ങളുമുണ്ട് കാട് പിടിച്ച് കിടക്കുന്നത്. പലപ്പോഴും അങ്ങനെ കാട് പിടിക്കാനുള്ള കാരണം ശ്മശാനങ്ങളുടെ മേൽ ഉള്ള ശ്രദ്ധ കൊടുക്കുവാൻ ആ ഒരു പർട്ടിക്കുലർ ചർച്ചിന് സാമ്പത്തികമായിട്ട് ഒരു പക്ഷേ ആ ഒരു ബലമില്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ചും പഴയ പെന്തക്കോസ്റ്റൽ സഭകൾ നമുക്കറിയാമല്ലോ, പെന്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റ് ഒരു സബാൾട്ടൻ മൂവ്മെൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവശരുടെ, തളർന്നവരുടെ, ബ്രോക്കണായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പെന്തക്കോസ്റ്റിൽ വന്നത്. ഇന്ന് അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഉന്നത നിലവാരത്തിൽ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയെങ്കിലും ഒരു 3 സെൻറ്റ് ശവപ്പറമ്പ് വാങ്ങിക്കുക എന്നല്ലാതെ അതിനെ പരിപാലിക്കാനുള്ള പാങ്ങൊന്നും അന്നത്തെ പെന്തക്കോസ്റ്റുകാർക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പെന്തക്കോസ്റ്റ് സഭകളുടെ സെമിത്തേരികളൊക്കെ അവർ വൃത്തിക്ക് സൂക്ഷിക്കാനുള്ള ഒരു സാമ്പത്തിക പശ്ചാത്തലം അവർക്കുണ്ട്. അതുകൊണ്ട് പഴയ കഥ ഇനിയും പറയണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, പെന്തക്കോസ്തുകാർ ശവസംസ്കാരം അല്ലെങ്കിൽ മരിച്ച ശരീരത്തെ ബഹുമാനിക്കാത്തവരാണോ? അത് മണ്ണാങ്കട്ടയായി കരുതുന്നവരാണോ? ഒരിക്കലും അല്ല എന്നാണ് എൻ്റെ സ്നേഹിതരോട് എനിക്ക് പറയാനുള്ളത്. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് വേദപുസ്തകം പറയുന്നുവെങ്കിൽ, ഭക്തിയുള്ള പുരുഷന്മാർ നമ്മുടെ വാങ്ങിപ്പോയവരെ, മരിച്ചവരെ പുനരുദ്ധാനത്തിൻ്റെ നാളിന് വേണ്ടി മണ്ണിൽ വിതയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ് അടക്ക ശുശ്രൂഷയെന്ന് പറയുന്നത്. പക്ഷേ പെന്റിക്കോസ്റ്റൽ വിശ്വാസവും എപ്പിസ്കോപ്പൽ വിശ്വാസവും തമ്മിൽ ഈ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് പറഞ്ഞു തരണം. നമ്മൾ ഡെഡ് ബോഡിയെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വരുന്നവരല്ല. ഡെഡ് ബോഡിയെ ഉയർപ്പിന് വേണ്ടി മണ്ണിലേക്ക് വിതയ്ക്കുകയാണ്. മറ്റൊരു ശരീരത്തോടെ അത് ഉയർത്തി വരുമെന്നുള്ള കുരുതി ലേഖനത്തിലെ വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ മണ്ണിൽ നിന്നെടുത്ത ആ ശരീരത്തെ മണ്ണിലേക്ക് നാം വിതയ്ക്കുന്നു. ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെ പുനരുദ്ധാനത്തിൻ്റെ നാളിൽ ആ വിത്ത് മറ്റൊരു ശരീരമായി ഉയർത്തെഴുന്നേറ്റ് വരും.
അഭൗമികമാകുന്ന ഒരു ശരീരമായി ഉയർത്തെഴുന്നേറ്റ് വരും എന്ന വിശ്വാസത്തോട് നാം വിതയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിൻ്റെ വ്യത്യാസം 2 കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയാം. ഒന്ന്, ഈ മരണാനന്തരം നടത്തുന്ന ഈ ശുശ്രൂഷകൾ, ആ ശുശ്രൂഷകൾ മരിച്ചുപോയ വ്യക്തിയുടെ നിത്യതയുടെ ആ ഒരു ഫാക്റ്റിനെ മാറ്റുവാൻ കഴിയുകയില്ല എന്ന് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ഈ മരിച്ചവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ വ്യക്തി, അദ്ദേഹം ജീവനോടിരിക്കുമ്പോൾ ചെയ്തത് നന്മയാകിലും തിന്മയാകിലും അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ പ്രാപിക്കുമെന്നുള്ള ആ ഒരു ഡിസിഷനെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക്, മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി അവൻ്റെ വീട്ടുകാരോ പള്ളിക്കാരോ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസവും ഉണ്ടാക്കുവാൻ കഴിയുകയില്ല എന്ന് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുണ്ടാമണ്ടി ചെയ്തവരെയൊക്കെ അവസാനം നമ്മൾ മരിച്ചു കഴിഞ്ഞ് അടക്കുമ്പോൾ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കയറ്റാൻ പറ്റുമല്ലോ. അങ്ങനെ പറ്റുകയില്ല എന്ന് പെന്തക്കോസ്തുകാർ കൃത്യമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ മരിച്ച ശവശരീരത്തെ മണ്ണാങ്കട്ടയായിട്ടല്ല അടക്കുന്നത്, വളരെ റെസ്പെക്റ്റോടുകൂടെ പുനരുദ്ധാനത്തിൻ്റെ നാളിന് വേണ്ടി വിതയ്ക്കുകയാണ്. എന്നാൽ ഈ മരിച്ചവനെ സ്വർഗത്തിലേക്ക് കയറ്റണമേ എന്ന പ്രാർത്ഥന, അത് വെറും മണ്ണാങ്കട്ട പ്രാർത്ഥന തന്നെയാണെന്ന് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നു. കാരണം ആ പ്രാർത്ഥനയ്ക്ക് മരിച്ചവൻ്റെ നിത്യതയെ മാറ്റുവാൻ, അവൻ്റെ ആഫ്റ്റർ ഡെത്തായിട്ടുള്ള അവൻ്റെ അവസ്ഥയെ മാറ്റുവാൻ ഒരു പ്രസക്തിയും ഇല്ലാത്ത പ്രാർത്ഥനയായതുകൊണ്ട് നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി, അവരുടെ നിത്യതയ്ക്ക് വേണ്ടി, അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ, സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയില്ല. ഒരുവൻ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ അവൻ്റെ പ്രവർത്തികൾ, അവൻ്റെ വിശ്വാസം, വചനപ്രകാരം ജീവിക്കുന്നത്, അവൻ്റെ നിത്യതയെ ഡിസൈഡ് ചെയ്തിരിക്കുന്നു. മരണശേഷം ഇനിയും ഒരു അവസരമില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ വ്യത്യാസം, വാങ്ങിപ്പോയവർ, മരിച്ചവർ, അവർ വിശ്രമിക്കുകയാണെന്നും അവരുടെ മധ്യസ്ഥതയ്ക്ക് നമ്മളുടെ ഭൂമിയിലുള്ളവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണമോ അനുഗ്രഹമോ കൊണ്ടുവരുവാൻ കഴിയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മരിച്ചുപോയവർ അവർ വിശ്രമിക്കുന്നു. അവർ നമുക്ക് വേണ്ടി അങ്ങനെ മധ്യസ്ഥത അണയ്ക്കുവാൻ അവർക്ക് കഴിയില്ല. ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് മധ്യസ്ഥൻ. അതുകൊണ്ട് പാവം പിടിച്ച നമ്മുടെ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ മരിച്ചു കഴിഞ്ഞിട്ട് ഭൂമിയിലുള്ള മക്കൾക്ക് വേണ്ടി കരയുകയും കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യുമെന്നൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അത്തരം പ്രാർത്ഥനകൾ, അത്തരം വിശ്വാസങ്ങൾ, അത് മണ്ണാങ്കട്ട എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ലാത്തതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുകയില്ല. മരിച്ചവരുടെ ലോകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നല്ല ഉദാഹരണം തരുന്ന, അറിവ് തരുന്ന ഒരു അനുഭവമാണ് യേശു പറഞ്ഞ ധനവാൻ്റെ ലാസറിൻ്റെ കഥ. ആ കഥയിൽ ധനവാൻ തൻ്റെ ഭൂമിയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി അബ്രഹാം പിതാവിനോട് അപേക്ഷിക്കുന്നു. പക്ഷേ ആ അപേക്ഷ സ്വീകരിക്കപ്പെട്ടില്ല, അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു. നാം മനസ്സിലാക്കണം, മരിച്ചങ്ങ് ചെന്നിട്ട് പറഞ്ഞാൽ ആ അപേക്ഷ സ്വീകരിക്കുമെന്ന് ആർക്കെങ്കിലും ഒരു അബദ്ധധാരണയുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, റിജക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത്. പിന്നെന്ത് ചെയ്യണം? പിന്നെ അവിടെ തന്നെ അബ്രഹാം പിതാവ് പറയുന്നു, അവർക്ക് ഭൂമിയിൽ മോശയും പ്രവാചകന്മാരുമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനമുണ്ട്. ആ ദൈവവചനം, മോശയാൽ എഴുതപ്പെട്ട, പ്രവാചകന്മാരാൽ എഴുതപ്പെട്ട ദൈവവചനം അനുസരിച്ച് അവർ ജീവിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനത്തിലില്ലാത്ത എന്ത് പ്രവൃത്തികൾ നാം ചെയ്താലും അത് വെറും മണ്ണാങ്കട്ട പ്രവൃത്തികളാകും. അതിന് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയില്ല. ആ മണ്ണാങ്കട്ട വെള്ളമൊഴുകുമ്പോൾ പൊടിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ പ്രവൃത്തികൾ, അത്തരം വിശ്വാസങ്ങൾ പൊടിഞ്ഞു പോകുമെന്നുള്ളൊരു ബോധ്യം, ഒരു അറിവ് പകർന്നു നൽകുവാനാണ് ഈ പാഠഭേദം ഉപയോഗിക്കുന്നത്. ഒരു നല്ല പാഠം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പെന്തിക്കോസ്റ്റൽ വിശ്വാസം, മരിച്ചവരുടെ ശരീരം എന്തല്ല, അത് മണ്ണാങ്കട്ടയല്ല, അത് ഉയർപ്പിന് വേണ്ടി വിതയ്ക്കപ്പെടുന്ന വിത്താണ്. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വചനവിരുദ്ധമാകുന്ന വിശ്വാസങ്ങൾ, അത് വാല്യൂ ഇല്ലാത്തതാണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. രണ്ടാമത് മാമോദിസ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുടെ ഭാഷയിൽ വിശ്വാസ സ്നാനം ക്രിസ്തീയ സഭയുടെ വളരെ അടിസ്ഥാനപരമായ ഉപദേശമാണ്. ആ ഒരു ഉപദേശം മണ്ണാങ്കട്ടയല്ല. ആ ഉപദേശം വളരെ വ്യക്തതയോട്, ഒരുപക്ഷെ സ്നാനത്തിന് ഇത്രയും എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചർച്ചുകൾ കുറവാണ്. പെന്തക്കോസ്തുകാരെ പോലെ അത്ര കൃത്യതയോടുകൂടെ ഈ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ. പെന്തക്കോസ്തുകാർക്ക് ക്രിസ്തീയ സഭയുടെ,
ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമാകുന്ന വിശ്വാസങ്ങളിൽ ഒന്നാകുന്ന വിശുദ്ധ സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം അത് ലഘൂകരിക്കപ്പെട്ട ഒരു ഉപദേശമല്ല. ഇവിടെ ഞാൻ ഒന്ന് നിർത്തി പറയുന്നു, ആ ഒരു വ്യക്തിക്ക് ദൈവദാസനുണ്ടായ വാക്കുപിഴവ്, അദ്ദേഹം പറഞ്ഞ തെറ്റ് പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഡോക്ട്രിനാണെന്ന് ആരോപിക്കുവാൻ പാടില്ല. പെന്റിക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഡോക്ട്രിൻ, മുഖ്യധാര പെന്റിക്കോസ്റ്റൽ സമൂഹം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത്, അവർ ഒരിക്കലും സ്നാനത്തെയോ ശവസംസ്കാര ശുശ്രൂഷയോ മരിച്ച ശരീരത്തെയോ മണ്ണാങ്കട്ടയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഡോക്ട്രിൻ പെന്റിക്കോസ്റ്റൽ സമൂഹത്തിനില്ല എന്ന് വളരെ വ്യക്തത വരുത്തിക്കൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.